ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോവുകയാണ്. ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുട്ടിയാണ്. കുട്ടിപ്രായത്തിൽ കുട്ടികൾ കളിക്കുമല്ലോ. ഞാൻ കളിക്കുമ്പോ എന്റെ ഉമ്മ എന്നെ മാടി വിളിക്കുന്നുണ്ട്, മോനെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഉമ്മ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ടുണ്ട്. കൈ ചുരുട്ടി പിടിച്ചിട്ടാണ് ഉമ്മ വിളിക്കുന്നത്, മോനെ വാ. ആ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്നത്. തങ്ങൾ അവിടെ നിന്നിട്ട് എന്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ വല്ലതും കൊടുക്കണമെന്ന വിചാരത്തിലാണോ കൈ ഇങ്ങനെ ചുരുട്ടിയത്? അതല്ല, നിങ്ങളെ മോന് കളി മതിയാക്കി പെട്ടെന്ന് വരണം എന്ന് കരുതിയിട്ടാണോ കൈ ചുരുട്ടിയത്? ഉമ്മ കൈ ഇങ്ങനെ നിവർത്തി. അപ്പൊ ഒരു ചുളക്കാരക്ക ഉണ്ടായിരുന്നു. ഒരു ചുളക്കാരക്ക എന്റെ ഉമ്മാന്റെ കയ്യിലുണ്ട്. ഉമ്മ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തേ തങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഒന്നും കൊടുക്കണമെന്ന് ഉദ്ദേശമില്ലാതെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കുട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്നാണോ ലക്ഷ്യം? എന്നാ ഫഖദ് കദബ്തി, നിങ്ങൾ കള്ളം പറഞ്ഞു. ആ ചെയ്തതൊരു കളവാണ്, ആ പറഞ്ഞതൊരു കളവാണ്. ഇത്ര പോലും കളവ് പറയരുത്, ഉണ്ടാകരുത്. മോനെ അത് തരാം, ഇത് തരാം എന്ന് പല പേരും പറഞ്ഞിട്ട് ഉമ്മമാര് വിളിക്കുമ്പോ ഉള്ളതിന്റെ പേര് പറഞ്ഞാ മതി ഉമ്മമാരെ. കുട്ടി വന്ന് ചോദിക്കുമ്പോ ഉള്ളത് പറഞ്ഞ് വിളിച്ചാ മതി, അപ്പൊ അത് സത്യമാകും. ഇല്ലാത്തത് പറഞ്ഞ് വിളിക്കരുത്, കളവാണ്. കളവ് ശീലമാക്കി പോയാൽ ദുസ്വഭാവങ്ങൾ പടിപടിയായി കടന്നു വരും. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. കളവ് പറയുന്ന ആള് പിന്നെ കക്കുന്നതിന് മടിയുണ്ടാകൂല, പിന്നെ അനാവശ്യങ്ങൾ ഓരോന്നും ചെയ്യുന്നതിന് മടി വരൂല. പിന്നെ അതുമൂലം അയാൾ ഏറ്റവും വലിയ തെമ്മാടിയായി മാറും. പിന്നെ ആള് പോകുന്നത് നരകത്തിലേക്കുമായി മാറും. അതുകൊണ്ടാണ് കളവ് ഒരു നിലക്കും യോജിക്കൂല എന്ന് പറഞ്ഞത്.